എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണോ അതോ നമ്മൾ അറിയാതെ മറ്റെന്തൊക്കെയോ ശക്തികൾ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന കിടിലൻ പുസ്തകത്തിലെ ഒരാശയത്തിലേക്കാണ് കടക്കുന്നത്. ഇത് നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാം, ഉറപ്പാണ്. ഓക്കെ, നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു സാധാരണ ഫാമിലി ഗെറ്റ് ടുഗെദർ. എല്ലാവരും സന്തോഷമായി സംസാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഒരു പാരാമെഡിക്കായ മരുമകൾ തന്റെ ഭർതൃപിതാവിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല, ഫുൾ ഓക്കെ ആയിരിക്കുന്നു. പക്ഷേ അവരു മാത്രം പറഞ്ഞു, അച്ഛാ, നമ്മൾക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അവരുടെ ആ ഒറ്റ നിർബന്ധം അദ്ദേഹത്തിന്റെ ജീവനാണ് രക്ഷിച്ചത്. ശരിക്കും മണിക്കൂറുകൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർമാർ ആ സത്യം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴൽ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. ഒരു വലിയ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോ എങ്ങനെയാണ് അവർക്ക് അത് മനസ്സിലായത്? അവരോട് തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ കൃത്യമായൊരുത്തരം കിട്ടിയെന്ന് വരില്ല. പക്ഷേ സത്യം ഇതാണ്, വർഷങ്ങളോളം ആളുകളെ ചികിത്സിച്ച ആ എക്സ്പീരിയൻസ് അവരുടെ തലച്ചോറിനെ പരിശീലിപ്പിച്ചിരുന്നു, മുഖത്തെ രക്തയോട്ടത്തിലുണ്ടാകുന്ന ഒരു നേരിയ മാറ്റം പോലും തിരിച്ചറിയാൻ. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും നമ്മൾ അറിയാതെ തന്നെ നിയന്ത്രിക്കുന്ന ചില അദൃശ്യമായ ശക്തികളുണ്ട്. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ അദൃശ്യശക്തി? സിംപിളായി പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഓട്ടോ പൈലറ്റ് മോഡാണ്. നമ്മൾ ഓരോ കാര്യവും ആലോചിച്ച് ചെയ്യുന്നില്ല അല്ലേ? പലപ്പോഴും നമ്മളെപ്പോലും അറിയാതെ നമ്മുടെ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സ്ക്രിപ്റ്റ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഓട്ടോ പൈലറ്റ് പ്രവർത്തിക്കുന്ന 4 സ്റ്റെപ്പുകളുള്ളൊരു ലൂപ്പിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണേ. ഒന്നാമത്തേത് ഒരു ക്യൂ, അതായത് ഒരു സൂചന. രണ്ടാമത് ഒരു ക്രേവിംഗ് അല്ലെങ്കിൽ ആഗ്രഹം. മൂന്നാമത്തേത് നമ്മുടെ റെസ്പോൺസ് അഥവാ പ്രതികരണം. നാലാമത്തേത് ഒരു റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം. അപ്പോ ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ്, റിവാർഡ്. ഈ ഒരു സൈക്കിളിലെ ഇത് കണ്ണിന്റെ ഒരു ചിമ്മൽ കൊണ്ട് നടക്കും. വീണ്ടും വീണ്ടും അങ്ങനെയാണ് നമ്മുടെ ശീലങ്ങൾ കോൺക്രീറ്റ് പോലെ ഉറക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് ഈ ഉദാഹരണം നോക്കാം. നിങ്ങൾ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് സ്റ്റക്കായി. അതാണ് ക്യൂ അല്ലെങ്കിൽ സൂചന. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ തോന്നും, അല്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു ആഗ്രഹം വരും. അതാണ് ക്രേവിംഗ്. നിങ്ങൾ എന്തു ചെയ്യും? ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ നോക്കും. അതാണ് റെസ്പോൺസ്. അത് നോക്കിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ആശ്വാസമില്ലേ? അതാണ് റിവാർഡ്. കണ്ടോ സംഭവം? ഓരോ തവണ നിങ്ങളിത് ആവർത്തിക്കുമ്പോഴും ഓ, ടെൻഷൻ വന്നാൽ ഫോൺ നോക്കിയാൽ മതി എന്ന് നിങ്ങളുടെ ബ്രെയിൻ പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ചോദ്യം. ഈ സൂചനകളൊക്കെ നമ്മൾ അറിയാതെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നെങ്ങനെ നമ്മൾ നമ്മുടെ ശീലങ്ങളെ മാറ്റും, അല്ലേ? ഇവിടെയാണ് ജെയിംസ് ക്ലിയറിന്റെ ഒന്നാമത്തെ നിയമം വരുന്നത്. എന്താണെന്നോ? മേക്ക് ഇറ്റ് ഓബ്വിയസ്, അതായത് അത് വ്യക്തമാക്കുക. ഇതിന്റെ ലോജിക് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കങ്ങനെ ഒരു ശീലമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണത് മാറ്റാൻ പറ്റുന്നത്? പറ്റില്ല. അപ്പോൾ ഏത് മാറ്റത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് അവെയർനെസ് ആണ്, തിരിച്ചറിവ്. ഇതിന് അദ്ദേഹം ഒരു കിടിലൻ ടൂള് പറയുന്നുണ്ട്, ഹാബിറ്റ് സ്കോർ കാർഡ്. സംഭവം സിമ്പിളാണ്. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഒരു ലിസ്റ്റാക്കുക. എന്നിട്ട് ഓരോ ശീലത്തിന്റെയും നേരെ ഒരു ചിഹ്നമിടുക. ഇത് നല്ല ശീലമാണെങ്കിൽ ഒരു പ്ലസ്, മോശം ശീലമാണെങ്കിൽ ഒരു മൈനസ്. ഇനി ന്യൂട്രൽ ആണെങ്കിലോ ഒരു ഈക്വൽ ടു. ഒരു കാര്യം ശ്രദ്ധിക്കണം, തുടക്കത്തിലൊന്നും മാറ്റാൻ നോക്കരുത്. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക, എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് കാണുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ചൊരു ധാരണ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ കൂടുതൽ നേരം മെഡിറ്റേറ്റ് ചെയ്യും എന്ന് വെറുതെ തീരുമാനിക്കുന്നതിന് പകരം അതിനൊരു വ്യക്തത കൊടുക്കുക. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ഞാൻ എല്ലാ ദിവസവും രാവിലെ കാപ്പി കുടിച്ച ശേഷം 1 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യും എന്ന് തീരുമാനിക്കുക. കണ്ടോ, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ഒരു ശീലത്തിന്റെ കാപ്പി കുടിക്കുന്നത് കൂടെ പുതിയൊരു ശീലത്തെ മെഡിറ്റേഷനെ അങ്ങ് കൂട്ടിച്ചേർക്കുന്നു. അതിനൊരു കൃത്യമായ സമയവും സ്ഥലവും കിട്ടി. നമ്മുടെ തീരുമാനങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ശീലങ്ങളെ അതിനേക്കാൾ ശക്തമായി സ്വാധീനിക്കുന്ന നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ചുറ്റുപാടുകൾ. അതെ, നമ്മുടെ ശീലങ്ങളെ ട്രിഗർ ചെയ്യുന്ന ആ ക്യൂസ് ഇല്ലേ, അത് പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും. നമ്മളിരിക്കുന്ന മുറി, നമ്മുടെ ഡെസ്ക്, നമ്മുടെ ഫോൺ, ഇവയെല്ലാമാണ് ആ അദൃശ്യമായ കരം. നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു അടിപൊളി കേസ് സ്റ്റഡി നോക്കാം. ഇതൊരു
ഹോസ്പിറ്റൽ കഫറ്റേറിയയിൽ നടന്ന സംഭവമാണ്. അവിടുത്തെ ആളുകൾ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചു. പക്ഷേ അവർ വലിയ ബോധവൽക്കരണ ക്ലാസ് ഒന്നും എടുക്കാൻ പോയില്ല. ആരോടും ഒരക്ഷരം മിണ്ടിയില്ല. പകരം ഒരൊറ്റ കാര്യം ചെയ്തു. അവിടെയുണ്ടായിരുന്ന എല്ലാ ഡ്രിങ്ക് സ്റ്റേഷനുകളിലും കുടിവെള്ളം കൂടി വെച്ചു. അത്രയുള്ളൂ. റിസൾട്ട് എന്തായിരുന്നു എന്നറിയാമോ? ആരും പറയാതെ തന്നെ വെള്ളത്തിന്റെ വിൽപ്പന 25% കൂടി. സോഡയുടെ വിൽപ്പനയാണെങ്കിൽ കുത്തനെ താഴോട്ടും പോയി. ഇനി ഈ 8% എന്താണെന്ന് കണ്ടോ? ഇത് കുറച്ചുകൂടി രസമുള്ള കഥയാണ്. ആംസ്റ്റർഡാമിലെ എയർപോർട്ടില് ബാത്റൂം ക്ലീനിംഗ് കോസ്റ്റ് 8% കുറഞ്ഞു. എങ്ങനെയാണെന്നല്ലേ? അവരവിടുത്തെ യൂറിനലുകളിൽ ഒരു ഈച്ചയുടെ ചെറിയൊരു ചിത്രം പതിപ്പിച്ചു. അത്രമാത്രം. അതോടെ അതൊരു ടാർഗറ്റായി കണ്ട് ആളുകൾ കൂടുതൽ ശ്രദ്ധയോടെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, ഒരു ചെറിയ ചിത്രം, വളരെ സിമ്പിളായ ഒരു വിഷ്വൽ ക്യൂ ആളുകളുടെ സ്വഭാവത്തെ എത്ര പെട്ടെന്നാണ് മാറ്റിയത്. ശരി, അപ്പം നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ ഹോസ്പിറ്റലുകളിലും എയർപോർട്ടുകളിലും മാത്രം നടക്കുന്ന കാര്യങ്ങളാണെന്ന് കരുതരുത്. ഇത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം. റെഡിയല്ലേ? വർഷങ്ങൾക്ക് മുൻപ് 1936 കർട്ട് ലെവിൻ എന്നൊരു സൈക്കോളജിസ്റ്റ് ഒരു സിമ്പിൾ ഇക്വേഷൻ മുന്നോട്ട് വെച്ചു. B=F(P)E. അതായത് നമ്മുടെ ബിഹേവിയർ അഥവാ പെരുമാറ്റം ബി എന്നത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നമ്മളെന്ന വ്യക്തിയും, പി നമ്മുടെ എൻവയോൺമെന്റ് അഥവാ സാഹചര്യങ്ങളും, ഇ. ചുരുക്കിപ്പറഞ്ഞാൽ നമ്മൾ ആരാണെന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ എവിടെയാണെന്നുള്ളതും. അത് നമ്മുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തും. ഇതിലെ ഏറ്റവും പവർഫുള്ളായ ആശയം ഇതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുടെ ഇരകളല്ല, നമ്മളാണ് അതിന്റെ ശില്പികൾ. അതായത് നല്ല ശീലങ്ങൾ തുടങ്ങാൻ എളുപ്പമുള്ളതും ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെയാണ് എൻവയോൺമെന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് രാവിലെ എണീറ്റ് വ്യായാമം ചെയ്യണമെന്നുണ്ടോ? എങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ വർക്കൗട്ട് ഡ്രസ്സെടുത്ത് കട്ടിലിന്റെ അടുത്ത് വെക്കുക. കൂടുതൽ വെള്ളം കുടിക്കണോ? എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒരു കുപ്പി വെള്ളം നിറച്ചു വെക്കുക. കൂടുതൽ വായിക്കണോ? നിങ്ങളുടെ തലയണയുടെ മുകളിൽ ഒരു പുസ്തകം വെച്ചിട്ട് കിടക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നല്ല ശീലങ്ങൾക്കുള്ള സൂചനകൾ നിങ്ങൾ കൺമുന്നിൽ ഒരുക്കി വെക്കുകയാണ്. പിന്നെ മോട്ടിവേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് എപ്പോഴും വളരെ ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ റൂമിൽ നിങ്ങൾ വരുത്തുന്ന ഒരു കുഞ്ഞു മാറ്റം മതി കാലക്രമേണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ശീലം എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന ആ ഒരു ചെറിയ മാറ്റം എന്താണ്?